വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഒരു സമസ്യ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധത്തിൽ ഇന്ത്യക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു അടി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. INSTC എന്ന് പറയുന്ന ഇന്ത്യയുടെ ഇടനാഴി തകർക്കപ്പെട്ടിരിക്കുന്നു. ഇത് US ഇസ്രായേൽ ആക്രമണത്തിലാണ് തകർക്കപ്പെട്ടത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള തുറമുഖ നഗരമായിട്ടുള്ള ബന്ദർ അൻസാലിയിൽ US-ഉം ഇസ്രായേലും നടത്തിയ വ്യോമാക്രമണം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഭാവി വ്യാപാരത്തെ തന്നെ ചോദ്യചിഹ്നമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വാർത്ത എന്ന് പറയുന്നത്. ഈ ആക്രമണം വെറും ഒരു സൈനിക നടപടിയല്ലെന്നും മറിച്ച് ഇന്ത്യക്ക് മധ്യേഷ്യയിലുള്ള കവാടമായി കണക്കാക്കപ്പെടുന്ന ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിന്റെ ഹൃദയഭാഗത്തുള്ള ആക്രമണമാണ് എന്നുമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇത് ഇന്ത്യയുടെ $100 ബില്യൺ പദ്ധതിയാണ്. ഒന്നാമത്തെ കാര്യം, 2030 ആകുമ്പോഴേക്കും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ അതായത് 9 ലക്ഷം കോടി രൂപയിലേക്ക് അതിൽ കൂടുതൽ ഉയർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. 7200 കിലോമീറ്ററാണ് ഈ കോറിഡോറിന്റെ നീളം. പോരാത്തതിന് INSTC ഇടനാഴി ഇതിന് നിർണായകമാണ്. മുംബൈ സെന്റ് പീറ്റേഴ്സുമായി ബന്ധിപ്പിച്ച് സൂയിസ് കനാലിന് പകരമായി ഈ പാത വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുണ്ട്. ചരക്ക് ഗതാഗത സമയം 30 ദിവസത്തിൽ നിന്ന് 7 ദിവസമായി കുറയ്ക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അഞ്ജലി തുറമുഖമാണ് ഈ ഇടനാഴിയുടെ പ്രധാനമായിട്ടുള്ള കണ്ണി. മാർച്ച് 18 നടന്ന ആക്രമണത്തിൽ കസ്റ്റംസ് ഹൗസ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് സാരമായ കേടുകൾ പറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് വളരെ നിരുത്തരവാദപരമായിട്ടുള്ള ആക്രമണമാണ് നടന്നിരിക്കുന്നത് എന്നാണ് റഷ്യൻ പ്രസിഡന്റ് കലിതുള്ളി എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യൻ പ്രധാനമന്ത്രിയും സമാനമായ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. വളരെ രൂക്ഷമായ ഭാഷയിലാണ് നരേന്ദ്രമോദി ഇതിൽ ആശങ്ക പ്രകടിപ്പിച്ചു എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ കൊടുത്തിരിക്കുന്നത്. പക്ഷെ മോദി വളരെ ശക്തമായിട്ടാണ് ഈ കാര്യത്തിൽ പ്രതികരിച്ചത്. അപ്പൊ അത് വലിയ ഒരു രീതിയിൽ ഇന്ത്യക്ക് ഒരു തകർച്ച ഉണ്ടാകും. $100 ബില്യൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചെറിയ പൈസ അല്ല. അപ്പൊ അത് വലിയ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ആക്രമണം ഇത് ഇറാനുമല്ല ആക്രമിച്ചിരിക്കുന്നത്. ഇത് ആക്രമിച്ചിരിക്കുന്നത് US-ഉം ഇസ്രായേലുമാണ്. അതിൽ പ്രധാനമായിട്ട് US ആണ് ഇത് ആക്രമിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊരു കരുതിക്കൂട്ടി നടത്തിയ ഒരു ആക്രമണമല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും തെറ്റ് പറയാൻ സാധിക്കും. കാരണം എന്തായാലും അടിക്കുമ്പോൾ അങ്ങോട്ടും കൂടെ ഒരു ബോംബ് ഇട്ട് കഴിഞ്ഞാൽ ആ യുദ്ധമല്ലേ, അപ്പൊ ഒരു ബോംബ് അങ്ങോട്ടും വരും. അത് സാധാരണഗതിയിൽ വരുന്നതാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് അതിനെ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ സാരമില്ല. ഇപ്പൊ വെറുതെ ഇരിക്കുമ്പോൾ ഇന്ത്യയുടെ ഇടനാഴി കൊണ്ട് ഇവർക്ക് ബോംബിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ഇത് ഇട്ടതാണെന്ന് നമ്മൾ സംശയിച്ചാൽ അതിനെ കുറ്റം പറയാനായിട്ട് സാധിക്കും. എന്താ തോന്നുന്നത് ഈ കാര്യത്തിൽ? നമ്മൾ സംശയിക്കുകയല്ല. അതില് ശ്രീമാൻ വ്ളാഡിമിർ പുടിൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ സംഘർഷം വഷളാക്കാൻ നോക്കരുത്. ഈ സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചാൽ അത് ദോഷം നിങ്ങൾക്കായിരിക്കുമെന്നാണ് അമേരിക്കയോട് ഇന്നലെ പുടിൻ പറഞ്ഞത്. കാരണം കാശ്മീർ രാജ്യങ്ങൾ അടങ്ങിയിരിക്കില്ല, ഇത് ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാൻ നിങ്ങൾ വന്നാൽ ഞങ്ങൾ അടങ്ങിയിരിക്കില്ല, ഞങ്ങൾ അതിനെ പ്രതികരിക്കുമെന്നാണ് പറഞ്ഞത്. സമാനമായ രീതിയിൽ തന്നെ ഇന്ത്യ അതിനകത്ത് പറഞ്ഞത്. കാരണം അത് ശരിയായ രീതിയില്ല. നമ്മൾ പറയുമ്പോൾ ഇറാന്റെ ഒരു തുറമുഖമാണ്. ഇവിടെ ഈ ഒരു കോറിഡോറിനെ കുറിച്ച് നമ്മൾ ഈ ന്യൂസിന്റെ ഉള്ള പോയിന്റിൽ ഞാനും ധനുഷും എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസം മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു. ഈ കോറിഡോർ വളരെ വിശദമായി തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഈ നമ്മുടെ ചാനൽ സ്ഥിരമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കത് മനസ്സിലാകും. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ വാർത്തകൾ കൃത്യമായി നിങ്ങൾ എത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങളത് എല്ലാ വാർത്തകളും ഫോളോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ആക്രമണം വരുമെന്ന് കരുതിയല്ല 8 മാസം മുമ്പ് അത് എടുത്തത്. അന്നത് ആ വാർത്ത എടുക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം എന്താ എന്ന് ചോദിച്ചാൽ ഈ റഷ്യ ഇന്ത്യ ബന്ധം കൂടുതൽ ദൃഢമാകുകയും ഇറാനും കൂടെ അച്ചുതണ്ടിലേക്ക് ചേരുകയും ചെയ്തപ്പോഴാണ് ഇതിന്റെ ഒരു ശക്തിയായി അത് മാറുന്നത്. ഇത് ചെറിയൊരു കോറിഡോർ അല്ല. ഇതിനകത്ത് റഷ്യയിൽ നിന്ന് ഇറാനിലേക്ക് വന്ന് എത്തുന്ന റെയിൽ മാർഗമാണ്. റെയിൽ മാർഗത്തിലേക്ക് റഷ്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ എത്തുക മാത്രമല്ല, ഇറാനിൽ നിന്നുള്ള ആ ഒരു ഉൽപ്പന്നങ്ങൾ ഇറാനിൽ നിന്ന് റഷ്യ വഴി, അത് ഇന്ത്യക്കും ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ ഇറാനിൽ എത്തിച്ച് അതുവഴി ഇറാൻ ടു റഷ്യ, റഷ്യ വഴി നേരെ യൂറോപ്യൻ കൺട്രീസിലേക്കും എത്തിക്കാനുള്ള എളുപ്പമായ ഒരു റോഡ്, റെയിൽ, കപ്പൽ കൂടെ ചേർന്നിട്ടുള്ള ഒരു സംവിധാനമാണിത്. അതായത് റെയിലുണ്ട് ഇതിനകത്ത്, റോഡ് സൗകര്യമുണ്ട് ഇതിനകത്ത് കപ്പൽ ഗതാഗതമുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ച മിഡിൽ ഈസ്റ്റ് വഴി ഗ്രീസിന്റെ ചെന്ന് അവസാനിക്കുന്ന ഒരു മിഡിൽ ഈസ്റ്റ് കോറിഡോർ G20 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇതേ സംവിധാനത്തിൽ തന്നെയാണ്. അതിന് സമാനമായിട്ടാണ് ഈ സംവിധാനം. ഈ സംവിധാനത്തിന്റെ വലിയൊരു കൗതുകം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ അത് ഇൻട്രസ്റ്റ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. കാരണം ഇത് കടന്നു പോകുമ്പോൾ അവർക്കും ഇത് ഗുണകരമായിട്ട് തന്നെ വരും. കാരണം അവർക്കും വലിയ ചെലവില്ലാതെ തന്നെ ഈ കാര്യങ്ങൾ എത്തിക്കും. അവരും ഇതിനകത്ത് ഇൻട്രസ്റ്റ് പ്രകടിപ്പിക്കും. 20 രാജ്യങ്ങളാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത്. ഇതിനകത്ത് മെയിൻ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും റഷ്യയും ഇറാനും തന്നെയാണ്. ബാക്കി അഫ്ഗാനിസ്ഥാനുണ്ട്, പാകിസ്ഥാനുണ്ട്, അങ്ങനെ തുടങ്ങി 20 രാജ്യങ്ങൾ ഇതിൽ പങ്കാളികളാണ്.
കാരണം ഇത് ആ രാജ്യങ്ങൾക്കെല്ലാം ഗുണപ്പെടുന്ന ഒരു കോറിഡോറാണ്. അതായത് നമുക്ക് ഈ കപ്പലുകൾ വഴി ചുറ്റിത്തിരിഞ്ഞ് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായ ആവശ്യമില്ല. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ ചബ്ബാറിൽ നമ്മുടെ തുറമുഖം കൂടെ വരുന്നത്. അവിടെ നിന്നും ഈ അവിടെയും ആക്രമിച്ചു. അപ്പൊ ഈ രണ്ട് തുറമുഖങ്ങൾ കണക്ട് ചെയ്ത് ഈ ചബ്ബാർ തുറമുഖം വരുന്നതിന് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ധനുഷേ. ഈ ചബ്ബാർ തുറമുഖം നമ്മൾ കണക്ട് ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാൻ വഴി മറ്റൊരു പാതയാണ്, താജിസ്ഥാൻ അങ്ങനെ പോയിട്ട് റഷ്യ വഴി യൂറോപ്പിലേക്ക് പോകുന്ന അടുത്ത പാതയുടെ വർക്കാണ് നമ്മൾ അവിടെ തുടങ്ങുന്നത്. ഇത് നമ്മൾ ഇത് ഓൾറെഡി ഇത് ഉണ്ടായിരുന്നതാണ് ഈ കോറിഡോർ. ഇതിൽ നമ്മളൂടെ ചെന്നിട്ട്, കാരണം റഷ്യയുടെ ഇപ്പോൾ നിലവിൽ അത്രയും വലിയ പണം മുടക്കാനുള്ള സാമ്പത്തിക അവസ്ഥയിലല്ല റഷ്യ ഇപ്പോൾ. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്രയും ഒരു പണം അവിടെ മുടക്കുകയും ഈ ഒരു രീതിയിലേക്ക് പോവുകയും ചെയ്തത്. പറയുമ്പോൾ ഇറാനെ ആക്രമിച്ചു എന്ന് അമേരിക്കയ്ക്ക് ഒരുപക്ഷെ പറയാൻ കഴിയുമായിരിക്കും. പക്ഷെ ഇറാനെ അല്ല, അത് ശരിക്കും ഇന്ത്യ റഷ്യയും ഒക്കെ ചെയ്തു കൂട്ടിയിരിക്കുന്ന ഒരു അടിസ്ഥാന സൗകര്യങ്ങളെയാണ് ഈ ആക്രമിക്കപ്പെട്ടത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം യുദ്ധം ഇന്നല്ലെങ്കിൽ നാളെ തീർന്നു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അനിവാര്യമാണല്ലോ. അത് കിടക്കുന്നതിലേക്ക് മനഃപൂർവ്വമാണ് എന്നുള്ളത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യം. അതുകൊണ്ടായിരിക്കും ആണല്ലോ വ്ളാഡിമിർ പുടിൻ ചാടി വീണതും വളരെ കടുത്ത ഭാഷയിൽ ഒരു മുന്നറിയിപ്പ് കൊടുത്തതും ഞങ്ങളെ കൂടെ വലിച്ച് ഇതിനകത്തേക്ക് ഇടരുത് നിങ്ങൾ എന്ന് പറഞ്ഞത് തന്നെ കാര്യമുണ്ട്. കാരണം ഇത് ഒരുപാട് രാജ്യങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇന്ത്യയും അതേ രീതിയിൽ തന്നെ പ്രതികരിക്കുന്ന സാഹചര്യം. ഇത് ചൈനയും ഇതിന്റെ ഒരു ഭാഗമാണ്, അവരും ഈ കോറിഡോറിന്റെ ഒരു ഭാഗമാണ്. കാരണം അവരിപ്പോ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവരിത് ജോയിൻ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. പാകിസ്ഥാൻ ആദ്യം ഇതിനകത്ത് പങ്കെടുക്കില്ല ചോദിച്ചിരുന്നെങ്കിലും അതിന് അനുവാദം നൽകരുത്. പിന്നീട് പാകിസ്ഥാനെ കൂടെ ജോയിൻ ചെയ്യിച്ചുകൊണ്ട് 20 രാജ്യങ്ങളായി മാറി. ആദ്യം ഇത് തുടക്കം കൊടുക്കുന്നത് റഷ്യയും ഇറാനും മാത്രമായിരുന്നു. പിന്നീടാണ് ഇതിലേക്ക് ഇന്ത്യ വരുന്നത്. കാരണം പൈസ കൊടുക്കാനായിട്ട് ഇല്ലാതെ വന്നപ്പോഴാണ് ഇതിനകത്ത് ഇന്ത്യയും വരുന്നത്. കാരണം നമുക്ക് ലാഭകരമാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ദിവസം കൊണ്ട് ചരക്ക് നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കാൻ പറ്റുന്നു, എണ്ണയും മറ്റു സാധനങ്ങളും എത്തിക്കാൻ പറ്റുന്നു. ഇന്ത്യയുടെ സാധനങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അടക്കം, ഇല്ലെങ്കിൽ അർമേനിയയ്ക്കും മറ്റു രാജ്യങ്ങളിലേക്കും അടക്കം നമുക്ക് എത്തിക്കാൻ പറ്റുന്ന സുഗമമായ ഒരു വഴിയാണ് അത് തുറന്നു കിട്ടുന്നത്. കാരണം ഇത്രത്തോളം എന്താണ് നമ്മൾ പറയുന്നത്, ഈ ട്രാവലിംഗ് എക്സ്പെൻസ് നമുക്ക് മുടക്കണ്ട്. കാരണം ഈ ട്രാൻസ്പോർട്ടേഷനാണ് വലിയൊരു തുക സാധാരണ ഒരു സാധനത്തിന് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇപ്പോൾ പഞ്ചസാര മില്ലിൽ നിന്ന് പഞ്ചസാര നേരിട്ട് നമ്മുടെ കടകളിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് പൈസ വരുന്നില്ല. ഇതിനകത്ത് ഒരു വലിയ ഘടകം ട്രാൻസ്പോർട്ടേഷനാണ്. അതുകൊണ്ടാണല്ലോ ഡീസലിന് വില കൂടുമ്പോൾ സാധനത്തിന് വില കൂടുന്നത്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷന്റെ ചെലവ് കുറയ്ക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ലാഭകരമാണ്. അതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന റൂട്ടുകളെല്ലാം തന്നെ. ആ റൂട്ടുകളിലാണ് ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത്. ഇതൊരു വലിയ പ്രത്യാഘാതം തന്നെ ഉണ്ടാകും. കാരണം ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയ്ക്ക് എതിരായി തിരിയാനുള്ള സാഹചര്യം. എനിക്ക് തോന്നുന്നു ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതിന് പിന്നിലും വമ്പൻ രാജ്യങ്ങൾ തന്നെയാണ്. റഷ്യയും ചൈനയും അടക്കം. ഒരുപക്ഷെ ഇന്ത്യ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. നമ്മുടെ രാജ്യത്തിന്റെ എന്താണ് അറിയില്ല. ഇതിലൊരു ഞാൻ ഇന്നലെ വാർത്തകൾ വീക്ഷിച്ചതും ഇന്ന് ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ പോയിരിക്കുന്ന വാർത്തകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ബ്രിട്ടൻ കൂടെ ഈ യുദ്ധത്തിൽ അണിചേരാനായിട്ട് എത്തിയിട്ടുണ്ട്. ബ്രിട്ടൻ ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്ന് ആണവ അന്തർവാഹിനി വിന്യസിച്ചിട്ടുണ്ട്. ടോമഹോക്ക് മിസൈലുകൾ ഘടിപ്പിച്ച ന്യൂക്ലിയർ സബ്മറൈൻസ് അവർ വിന്യസിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം ഇന്നൊരു വളരെ വലിയൊരു വാർത്ത പോകുന്നത് ലണ്ടന്റെ ആകാശത്തൂടെ ഇറാൻ മിസൈലുകൾ പറക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ്. കാരണം ഇറാൻ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ മിസൈൽ ദൂരപരിധിയിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഡീഗോ ഗാർഷ്യയിൽ ഞങ്ങൾ അടിച്ചത് കണ്ടല്ലോ. ഡീഗോ ഗാർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചു ഡീഗോ ഗാർഷ്യയിലേക്ക് ഞങ്ങളുടെ മിസൈലുകൾ എത്തില്ല എന്ന്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഡീഗോ ഗാർഷ്യയിൽ ഞങ്ങളുടെ മിസൈൽ എത്തും. കാരണം അത്രയ്ക്ക് റേഞ്ചുള്ള മിസൈലുകൾ ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ ഡീഗോ ഗാർഷ്യയെക്കാട്ടിലും ഒട്ടും അകലെയല്ല ലണ്ടൻ എന്ന് ആലോചിച്ചുള്ളൂ. അപ്പൊ ഇതുകൊണ്ട് തന്നെ ലണ്ടനിൽ എന്ത് പ്രതിരോധ സംവിധാനം ഉണ്ട് എന്നുള്ള ചർച്ചകൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാണാം ഇറാന്റെ മിസൈലുകൾ ലണ്ടനിലേക്ക് പറന്നു വന്നു കഴിഞ്ഞാൽ ലണ്ടന് പ്രതിരോധിക്കാൻ അവിടെ യാതൊരുവിധ പ്രതിരോധ സംവിധാനങ്ങളും ഇല്ല. അപ്പൊ ലണ്ടൻ എന്താ ചെയ്യുന്നത്? ലണ്ടൻ അടിയന്തരമായിട്ടൊരു യോഗം കൂടിയിട്ട് ഇറ്റലിയുടെ കയ്യിൽ നിന്ന് ഒന്നുകിൽ പാട്രിയറ്റോ അല്ലെങ്കിൽ അമേരിക്കയുടെ സഹായമോ തേടാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ലണ്ടൻ. വ്യോമ പ്രതിരോധ സംവിധാനം എന്തെങ്കിലും അടിയന്തരമായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കണം എന്നുള്ള രീതിയിലേക്കാണ് ലണ്ടൻ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ ഈ യുദ്ധത്തിലേക്ക് ഒരു അൺഎക്സ്പെക്ടഡ് എൻട്രി എന്ന് പറയാൻ പറ്റില്ല. ബ്രിട്ടനും കൂടെ എൻ്റർ ആകുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. യൂറോപ്പിലേക്ക് ലണ്ടനിൽ ഒരു മിസൈൽ വന്നു കഴിഞ്ഞാൽ പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ചാടി ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇന്ന് ന്യൂസ് ഇന്ത്യ മലയാളത്തില് ഒരു വാർത്ത ഞാനാണ് ചെയ്തത്. അതിനകത്ത് ലണ്ടനിൽ ഇനി ലണ്ടൻ ഭയക്കുന്ന പ്രദേശങ്ങളുണ്ട്, ഇറാന്റെ മിസൈൽ വന്ന് വീഴുന്ന പ്രദേശം. അതിനെക്കുറിച്ച് സവിസ്തരം വയർ ഓൺലൈനിൽ ഒരു ഇന്റർനാഷണൽ മാധ്യമമാണ്, അതിനകത്ത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതില് അവർ ഞെട്ടിപ്പോയ സംഭവം ഈ ഡീഗോ ഗാർഷ്യയിൽ അടി 3800 അകലെ ദൂരെ കിടക്കുന്നതാണ് ഇറാനുമായിട്ട്. അവിടെ അടിച്ചു. ഈ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഈ ബ്രിട്ടന് ഖത്തറിലും മിഡിൽ ഈസ്റ്റിലെല്ലാം തന്നെ അവരുടെ നേവൽ ബേസുകളും മറ്റുള്ള വ്യോമത്താവളങ്ങളും ഉണ്ട്. ഇത് ആദ്യഘട്ടത്തിൽ ഇവർ അമേരിക്കയ്ക്ക് ഉപയോഗിക്കാൻ കൊടുത്തിരുന്നു. ഇപ്പോൾ അവർ ഡയറക്റ്റ് ആയിട്ട് വരുമ്പോഴേക്കും അവർ UK ഭയക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്ന കംപ്ലീറ്റ് അവരുടെ വ്യോമത്താവളങ്ങളുണ്ടല്ലോ, അവരുടെ സംവിധാനങ്ങൾ, അതിനടി വരുമോ എന്നുള്ള ഭയമാണ്. ഇന്ന് ഇറാന് സ്പെയിനിലും ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്, വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും ഇനി അടുത്ത പണി കിട്ടുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്.
അപ്പം അവർ ഈ വാരി വലിച്ച് ഇട്ടോണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇന്നലെ ഒരു ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ഇസ്രായേൽ ഈ യുദ്ധത്തിൽ ഉണ്ടായിട്ട് ഇന്ത്യയിൽ നിന്ന് വലിയ പിന്തുണ ഇസ്രായേലിന് കിട്ടുന്നില്ലല്ലോ? ഞാൻ പറഞ്ഞു, ഇസ്രായേൽ ഈ യുദ്ധത്തിലെ പങ്കാളിയെ അല്ല, അവരൊരു പാർട്ട്ണർ മാത്രമാണ്. ഹീറോ എന്ന് പറയുന്നത് ഹീറോ എന്ന് പറയുന്നത് ട്രംപാണ്. സഹനടന്റെ റോള് പോലും വലിയ രീതിയിൽ നെതന്യാഹുവിന് ഈ യുദ്ധത്തിൽ ഇല്ല. അതാണ് ഈ യുദ്ധത്തില്. അത് മാത്രമല്ല, ഈ അമേരിക്ക വന്നതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ഒരു വലിയ സപ്പോർട്ട് ഇസ്രായേലിന് കിട്ടിയാൽ, ഇറാൻ ഇസ്രായേൽ സംഘർഷം വരുമ്പോൾ സ്വാഭാവികമായിട്ട് കുറെ അധികം ജനം ഇസ്രായേൽ അടിച്ചു പൊളിച്ചു നന്നായി എന്നൊക്കെ പറയും. ഈ അമേരിക്ക വന്നതോടുകൂടി ആ ഇസ്രായേലിന്റെ പിന്തുണയും അവിടെ ഇല്ലാതായി എന്നുള്ളതാണ് മറ്റൊരു കൗതുകകരമായ കാര്യം. കാരണം ട്രംപിനെ എത്രത്തോളം അവരുടെ നാട്ടുകാർ തന്നെ വെറുക്കുന്നു എന്നുള്ളത് പുതിയ സർവേ വന്നിട്ടുണ്ട്. അതിൽ 57% പേരും ഈ യുദ്ധത്തെ അനുകൂലിക്കുന്നില്ല. അതായത് ജനപ്രീതി വളരെ ഇടിഞ്ഞു എന്നുള്ളതാണ് ട്രംപിന്റെ. ട്രംപ് ഇന്നലെ പറഞ്ഞൊരു വലിയ രസകരമായ ഒരു കാര്യമുണ്ട്. പ്രതിപക്ഷ പാർട്ടികളാണ് ഇനി ഞാൻ തീർക്കാൻ പോകുന്നത്. ഈ യുദ്ധം തീർന്നു കഴിഞ്ഞാൽ അടുത്തത് ഞാൻ ലക്ഷ്യമിട്ടിരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളെയാണ്, അവന്മാരെ ഞാൻ തീർക്കുമെന്ന്. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു ഭരണാധികാരി പറയുന്നത്. നമ്മുടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നരേന്ദ്രമോദി പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് വന്നിട്ട് വേണം എനിക്ക് കോൺഗ്രസിനെ തീർക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് ഇന്ന് ട്രംപ് ഒരു ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ട്രംപിന്റെ അവസ്ഥ. പക്ഷേ ഇത് കുറച്ചുകൂടി രൂക്ഷമാകാനുള്ള സാധ്യതയാണ്. ഇത് നീണ്ടുപോയി കഴിഞ്ഞാൽ ഇതുപോലെ പല രാജ്യങ്ങളും ഇതിൽ ഇപ്പോൾ പരോക്ഷമായി ഇടപെടുന്ന രാജ്യങ്ങൾ പലതും പ്രത്യക്ഷമായി ഇടപെടാനുള്ള സാഹചര്യം ഒരുങ്ങുകയാണ് എന്നാണ് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ കഴിയുന്നത്.